ഹായ് വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കൾക്കെല്ലാ ആളുകൾക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. സാറിനും സുഖമാണ്. സാർ ഇന്ന് വന്നിട്ടുള്ളത് 8th സ്റ്റാൻഡേർഡിൽ ഏറ്റവും നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യ ആൻഡ് എക്കണോമിക് പ്ലാനിങ്, ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിനകത്തുള്ള നമുക്ക് എക്സാമിന് വരുന്ന നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിർബന്ധമായി നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. മക്കളെ നോക്ക്, 4 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ മക്കൾ നോക്കിക്കോളൂ, എല്ലാവരും നോക്കൂ. ഇക്വിറ്റി ആണ് ഒന്ന്, അല്ലേ? ഒന്ന് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? തുല്യതയാണ്. ഇക്വിറ്റി മീൻസ് തുല്യത. രണ്ടാമത്തത് ഗ്രോത്ത് ആണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളർച്ച എന്നാണ് അർത്ഥം. ഇനി അടുത്ത നോക്ക്, സെൽഫ് റിലയൻസ് ആണ്. സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞാൽ സ്വാശ്രയത്വം എന്നുള്ളതാണ്, സ്വാശ്രയത്വം. ഇനി ലാസ്റ്റ് വൺ മോഡേണൈസേഷൻ ആണ്. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആധുനിക വൽക്കരണം എന്നാണ്. മോഡേണൈസേഷൻ അല്ലെങ്കിൽ ആധുനിക വൽക്കരണം. ഓക്കെ മക്കൾ നോക്ക്, ഈ പ്രധാനപ്പെട്ട 4 ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇതിന്റെ ഓരോ ഭാഗവുമായി ബന്ധപ്പെട്ട കുഞ്ഞു കുഞ്ഞു പോയിന്റുകൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണെന്നറിയോ? ഗ്രോത്തിനെ കുറിച്ചാണ്, വളർച്ചയെ കുറിച്ചാണ് നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും നോക്കിക്കോളൂ. ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച എന്താണ്? ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച നോക്കണം. എക്കണോമിക് ഗ്രോത്ത് ഇൻഡിക്കേറ്റ്സ് ദ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി. അതായത് ഒരു രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിലുണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന സാധനങ്ങളും സേവനങ്ങളും, ഗുഡ്സ് ആൻഡ് സർവീസസ്, അതിൽ ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന വർധനവ്, നമ്മൾ എത്രത്തോളം കൂടുതലായിട്ട് നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ആ ഒരു പ്രധാനപ്പെട്ട വർധനവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി നിർബന്ധമായി നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഭാഗം കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് പഠിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി അത് എന്തൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് എന്നുള്ളത് നോക്കാം. നോക്കൂ, ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്സ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി, ഇംപ്രൂവ്മെന്റ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. അതായത് പ്രധാനമായിട്ട് മക്കളെ പറയുന്നുണ്ട് കാർഷിക വ്യവസായ മേഖലയിൽ ഉണ്ടാകുന്ന ഉൽപാദന വർധനവ്, അതേപോലെ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ എന്താ നോക്കിക്കോളൂ, ഇൻക്രീസ് ഇൻ ഹോസ്പിറ്റൽസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്, എനർജി പ്രൊഡക്ഷൻ, എക്സ്പോർട്ട് എക്സെട്ര കോൺട്രിബ്യൂട്ടഡ് ടു എക്കണോമിക് ഗ്രോത്ത്. അതായത് അവിടെ പറയുന്നുണ്ട് ആശുപത്രികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ എന്താണ് കച്ചവട സ്ഥാപനങ്ങൾ, ഊർജ്ജോൽപാദനം, കയറ്റുമതി മുതലുണ്ടായ വർധനവ് തുടങ്ങിയവ ഇതിൽ പെടുന്നുണ്ട്. എന്തിൻ്റെ? ഗ്രോത്തിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾ നോക്ക്, എക്കണോമിക് ഗ്രോത്ത് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എക്കണോമിക് പ്ലാനിങ് ആസ് ഇറ്റ്സ് കോൺട്രിബ്യൂട്ടഡ് ടു നാഷണൽ പ്രോഗ്രസ്. മക്കളെ ഓർത്തിരിക്കണേ, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സഹായകമായതുകൊണ്ടാണ് വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് ഈ ഒരു എക്കണോമിക് പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഗ്രോത്ത് എന്ന് പറയുന്നത് കേട്ടോ. രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രോഗ്രസ് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം രണ്ടാമത്തെ പ്രധാനപ്പെട്ടത് നോക്കാം. ഏതാണ് രണ്ടാമത്തെ നോക്കാനുള്ളത്? മോഡേണൈസേഷൻ ആണ്. എന്താണ്? ആധുനികവൽക്കരണം. അത് കാണിക്കാൻ വേണ്ടി 2 പിക്ചേഴ്സാണ് മക്കൾക്ക് മുൻപിൽ കാണിച്ചിട്ടുള്ളത്. ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഒന്ന് നിങ്ങൾക്കറിയാം, സാധാരണ ഈ കാളയൊക്കെ പൂട്ടിക്കൊണ്ട് കൃഷി ചെയ്യുന്നതാണ് ഒന്ന്, അല്ലെ? നിലം മുഴുകുന്നതാണ് ഒന്നാമത്തെ പിക്ചർ. സെക്കൻഡ് പിക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി, അതേ സാധനം തന്നെ നമ്മൾ ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അതേ പ്രവൃത്തി ചെയ്യുന്നത്. മക്കൾ നോക്കിയാൽ മതി, ഈ 2 പിക്ചറിൽ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പിക്ചറിനകത്ത് നമുക്കറിയാം അതിൽ എന്തുണ്ട്, നമ്മൾ ഈ പറയുന്ന മോഡേൺ ടെക്നോളജികൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ട്രാക്ടർ എന്ന് പറയുന്ന മോഡേൺ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മക്കളെ ഈ പറയുന്ന മോഡേണൈസേഷൻ എന്താണ്, ആധുനികവൽക്കരണം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവരും ഇവിടെ നോക്കണേ, ശ്രദ്ധിക്കുക കേട്ടോ. മോഡേണൈസേഷൻ നോക്കൂ, മോഡേണൈസേഷൻ ഈസ് മേക്കിംഗ് യൂസ് ഓഫ് ലേറ്റസ്റ്റ് ടെക്നോളജി. അപ്പോൾ അവിടെ പറയുന്നുണ്ട് മോഡേണൈസേഷൻ അല്ലെങ്കിൽ ആധുനികവൽക്കരണം എന്ന് പറഞ്ഞാൽ നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിനെയാണ് മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പിക്ചറിനകത്ത് ട്രാക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന മോഡേൺ ടെക്നോളജിയാണ്, ഈ പറയുന്ന നൂതനമായ സാങ്കേതിക വിദ്യയാണ്. അങ്ങനെയുള്ള ടെക്നോളജികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? മോഡേണൈസേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് നോക്കാം പ്രധാനമായും ഇതുകൊണ്ടൊക്കെ നമുക്ക് എന്തൊക്കെ മെച്ചങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അല്ലേ? നമുക്ക് ഏറ്റവും പ്രധാനമായി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിൽ കിട്ടുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് മക്കൾ നോക്കാം, ഇറ്റ് ബ്രോട്ട് എക്കണോമിക് പ്രോഗ്രസ് ആൻഡ് സേവിങ് ഓഫ് ടൈം. അല്ലേ? നിങ്ങൾ നോക്ക്, പ്രധാനമായും സമയലാഭവും അതിലൂടെ തന്നെ സാമ്പത്തിക നേട്ടവും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നോക്കൂ, മോഡേൺ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ്സ് ലിവിംഗ് കണ്ടീഷൻസ് ആൻഡ് സെക്യൂരിറ്റി ആൻഡ് ബ്രിങ് ഗവൺമെന്റ് സർവീസ് ക്ലോസ് ടു ദ പീപ്പിൾ വിത്തൗട്ട് ഡിലേ. അതായത്
ആധുനിക വാർത്താവിനിമയ സൗകര്യങ്ങൾ ജീവിത നിലവാരവും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ ഗവൺമെന്റിന്റെ സേവനങ്ങൾ അല്ലെങ്കിൽ സർവീസുകൾ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളിൽ എത്താനും എന്ത് സഹായിക്കുന്നുണ്ട്? ഈ പറഞ്ഞ മോഡേണൈസേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് പ്രധാനമായും അടുത്ത പ്രധാനപ്പെട്ടതാണ്, മൂന്നാമത്തതാണ് സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ സാശ്രയത്വം. അത് മക്കളെ പറയുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഭാഗം പറയാണ്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്യാണ്. അതായത് നമ്മൾ ഈ ഒരു അടുക്കള പച്ചക്കറിത്തോട്ടമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ നമ്മൾ കൃഷി ചെയ്യാണ്. അങ്ങനെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ് ഉണ്ടാവുക? നിങ്ങൾക്കറിയാം, നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ കടകളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. പച്ചക്കറിയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം? സ്വയം ഇതുപോലെ തന്നെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മക്കൾ ഇവിടെ കാണേണ്ടത് എന്താണ് ഈ പറയുന്ന ഈ ഒരു സെൽഫ് റിലയൻസ് എന്നുകൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതാണ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാനുള്ളത്. അപ്പോൾ നോക്ക്, എല്ലാവരും നോക്കണേ. പ്രധാനമായി നോക്കാം. അവർ ഡിപ്പെൻഡൻസ് ഓൺ അതർ കൺട്രീസ് ഫോർ ഫുഡ്, ഗ്രെയിൻസ് ഓർ വേഴ്സ്ഡ് ദ സിറ്റുവേഷൻ. The aim of self-reliance to attain self-sufficiency in agricultural, industry and service sector using available resources and to avoid foreign dependence. അവിടെ പറയുന്നുണ്ട്, ഈ പറയുന്ന കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും ഇതുപോലെ സ്വയം പര്യാപ്തത നേടാനും, സ്വയം പര്യാപ്തത അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് സ്വയം പര്യാപ്തത നേടാനും അതുപോലെ വിദേശ ആശ്രയത്വം അതായത് വിദേശ സഹായം ഇല്ലാതെ തന്നെ ഇതുപോലെ മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? സാശ്രയത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ആ ഭാഗത്ത് വരുന്നത്. ഇനി നോക്കാം, അടുത്ത പോയിന്റ് നോക്കാം. സെൽഫ് റിലയൻസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ബേസിക് ഇൻഡസ്ട്രീസ് ആൻഡ് എനർജി വിൽ ഹെൽപ്പ് ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദി നേഷൻ. അടിസ്ഥാന വ്യവസായങ്ങൾ അതുപോലെ ഊർജ്ജോൽപാദനം എന്നിവയിലെ സ്വയം പര്യാപ്തത രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്കും സഹായകമാകുന്നു. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് മറ്റുള്ള ആൾക്കാരൊന്നും ആശ്രയിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ ഒക്കെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ആലോചിച്ചറിയാം. ബ്രിട്ടീഷുകാരൊക്കെ തന്നെ ഇന്ത്യ വിട്ടൊക്കെ പോകുന്ന സമയത്ത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. പിന്നീടൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ കുറേ തരത്തിലേക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ തുടങ്ങി അങ്ങനെ മാക്സിമം മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ എന്താണ് അവരുടെ ഒരു ഹെൽപ്പ് ഇല്ലാതെ നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്ത് വരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൂടെയൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ഒരു പോയിന്റ് നമുക്ക് പറയാനുണ്ട്. അതെന്താണ് മക്കളെ? ഇക്വിറ്റിയാണ് അല്ലെങ്കിൽ തുല്യതയാണ്. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ട കുറച്ച് ആവശ്യങ്ങളുണ്ട്. നമ്മുടെ ഏറ്റവും ബേസിക് റിക്വയർമെന്റ്സ് ഉണ്ട്. അതിലൊരു മനുഷ്യന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, ഇലിട്രസി അല്ലേ? ആഹാരം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, അതുപോലെ സാക്ഷരത വേണം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മക്കൾ ഇവിടെ നോക്കാം, എന്താണ് ഈ പറയുന്ന ഇക്വിറ്റി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? തുല്യത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോക്ക്, ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇക്വിറ്റി വിൽ ബി അറ്റൈൻഡ് വെൻ ഓൾ സിറ്റിസൺസ് റിസീവ് ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ് സച്ച് ആസ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ, ഡ്രിങ്കിങ് വാട്ടർ, ഹെൽത്ത് പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അതായത് മക്കളെ അവിടെ പറയുന്നുണ്ട്, ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഈ അടിസ്ഥാന സൗകര്യങ്ങളായ എന്തൊക്കെ വേണം? ആഹാരം വേണം, അതുപോലെ തന്നെ വസ്ത്രം വേണം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യരക്ഷ തുടങ്ങിയവ നിറവേറ്റുകയും അതുപോലെ തന്നെ നമ്മുടെ വെൽത്ത് അല്ലെങ്കിൽ സമ്പത്ത് ഇതുപോലെ എല്ലാ ആൾക്കാർക്കും നീതിപൂർവമായ രീതിയിലേക്ക് വിതരണം സാധ്യമാവുകയും വേണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തുല്യത എന്ന് പറയുന്നത്. തുല്യതയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് എന്ത് നമുക്ക് തുല്യത ഉണ്ട്, ഇക്വിറ്റി ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുക പറയാം. അതുകൊണ്ട് തന്നെ നോക്കിയോളൂ, എൻഷുറിങ് ഇക്വിറ്റി is essential for the people to benefit the fruits of growth, modernization and self-reliance. വളർച്ചയും ആധുനികവൽക്കരണവും സാശ്രയത്വവും പൂർണ്ണമായും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന തുല്യത വേണം. നമ്മൾ മുൻപ് പറഞ്ഞ 3 പ്രധാനപ്പെട്ട പോയിന്റ് ഇല്ലേ? ആ പോയിന്റ് ഒക്കെ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്ത് വേണം? ഇക്വിറ്റി വേണം എന്നുള്ള കാര്യം നമ്മൾ നിർബന്ധമായി ഓർത്തു വെച്ചോളൂ. അപ്പോൾ മക്കളെ ശ്രദ്ധിച്ചോളൂ. പ്രധാനമായി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതാണ് ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ എന്നാണ് അല്ലേ? പ്രധാനമായും നമുക്കറിയാം ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 4 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണുള്ളത്. അതിന്റെ ഏറ്റവും പ്രധാനമായും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് എഴുതേണ്ട പോയിന്റുകളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കൾ നിർബന്ധമായും ഈ ക്ലാസ് ഫുള്ളായിട്ട് തന്നെ കേൾക്കണം. ഇത് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ നോട്ടൊക്കെ എഴുതി എടുക്കണം. വളരെ ഇമ്പോർട്ടൻ്റ്, ഞാൻ പറയട്ടെ, 100-ൽ 101% ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പോൾ നന്നായി പഠിക്കുക. സോ നമുക്ക് കാണാം. Bye.